ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച രാവിലെ തന്നെ കുക്കിമാവും പോകാനായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് കുളിച്ച് ഡ്രസ്സ് മാറി നിൽക്കുവാണ് പോകാനായിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ വേഗം വന്ന് ചായയൊക്കെ ഇട്ട് കൊടുത്തു. അച്ചു ആവുന്ന പറഞ്ഞാണ് ഞായറാഴ്ചയല്ലേ വൈകിട്ട് പോയാൽ മതി, അവനും വൈകിട്ടാണ് കേട്ടോ എറണാകുളത്തിന് പോകുന്നത്, അതുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അപ്പോൾ എന്തുമായാലും അച്ചുമാമൻ ഒരാഴ്ച വന്ന് നിന്നതുകൊണ്ട് തന്നെ വിളിച്ചപ്പോൾ കുക്കിമാമൻ ഒരു ദിവസം വന്നല്ലോ, അല്ലെങ്കിൽ ഇവരെ അങ്ങോട്ട് ചെന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, അത്രയ്ക്ക് വലിയ VIP-കളാണ്. അപ്പം അവൻ പോയാൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഗേറ്റൊക്കെ തുറന്ന് പുറകെ ഇരുന്നപ്പോഴത്തേക്ക് ആരോൺ ബൈ നമ്മുടെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ രണ്ട് കളിയാക്കുകയൊക്കെ ചെയ്തു, പക്ഷേ മുഖത്ത് ഭയങ്കര ഗൗരവത്തിലാണ് ആരോൺ പോകുന്നത്. അപ്പം എൻ്റെ അടുത്ത് മാത്രം ടാറ്റ പറയുന്നില്ല, ബാക്കി എല്ലാവരുടെ അടുത്ത് ടാറ്റ പറയുകയാണ്. ഞാൻ ഈ ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ചെല്ലുമ്പോൾ വിളിക്കണേന്നും പറഞ്ഞിട്ട് എന്തായാലും കുക്കിമാമനെ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുളിക്കണം, റെഡി ആവണം, അമ്പലത്തിൽ പോകണം കേട്ടോ. നമ്മുടെ കൊണ്ടയത്തമ്പലത്തിൽ കൊടി കയറുവാണ് ഇന്ന്. അപ്പോൾ രാവിലെ തൊട്ടേ ഇന്ന് നമ്മൾ മുണ്ടക്കത്താനാണ്, അതുമല്ല ഇന്ന് ഞായറാഴ്ചയാണല്ലോ. അച്ചുമാമൻ രാവിലെ കഴിക്കാനുള്ള കാപ്പി റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പോകാൻ ഇറങ്ങിയേ. അവൻ കഴിച്ചു കേട്ടോ, ചപ്പാത്തി ആയിരുന്നു, അവൻ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മൾ കഴിച്ചില്ല, നമ്മൾ അമ്പലത്തിൽ നിന്ന് കഞ്ഞി കുടിക്കാമെന്ന് കരുതി. അപ്പോൾ കഞ്ഞിയുണ്ട്, ഉച്ചയ്ക്ക് സദ്യ ഉണ്ട്, വൈകിട്ട് നമ്മുടെ വക പാൽപ്പായസം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സായാഹ്ന ഭക്ഷണമുണ്ട്. ഇന്ന് മൊത്തം അമ്പലത്തിലാണ്, വീട്ടിൽ ചോറ് വെക്കുന്നത് ഇല്ല കേട്ടോ. അത് പറയുന്നത് നമുക്കൊരു നാണക്കേടും ഇല്ല. നമ്മുടെ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുമ്പോഴെല്ലാം നമുക്കങ്ങനെ പോയി കഴിക്കാൻ പറ്റത്തുള്ളൂ. നേരത്തെ ഞങ്ങളുടെ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് പോകാൻ നാണക്കേടായിരുന്നു. നമ്മൾ പോയി ഇങ്ങനെയൊന്നും പാത്രമായിട്ട് നിന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ പോയി ക്യൂ നിന്ന് കഴിക്കത്തോ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതൊരു രസമാണ് കേട്ടോ. ഒരു ദിവസം പോയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ പോയില്ലെങ്കിൽ പോലും ഞാൻ കൊണ്ടയത്തമ്പലത്തിൽ എല്ലാ ദിവസവും പോകാൻ ശ്രമിക്കും കേട്ടോ. ഉള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ പോകാറുമുണ്ട്, വൈകിട്ടായാലും പോകും. അങ്ങനെ നമ്മൾ അവിടുന്ന് രാവിലത്തെ കഞ്ഞിസദ്യയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കാശിയാണെങ്കിൽ സുനിമാമൻ്റെ കൂടെ ലക്കയെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ അമ്മയും ഏട്ടനും കൂടെ പിരിവിനൊക്കെ പോയിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു നേരത്തെ പോകണം, ക്യൂ ആയിരിക്കും, വെയിലല്ലേ, കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കാൻ പാടാ, അതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അച്ഛൻ ധൃതി കാണിച്ചു. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ നേരത്തെ പോയി കഴിഞ്ഞാൽ പറഞ്ഞു അടുത്ത ഇതിലെങ്കിലും നമുക്ക് കയറാം വാ എന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേച്ചി ആദ്യം പിള്ളേരെ കൊണ്ട് വിട്ടിട്ട് വന്ന് ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പൊടിവാവയും ശ്രീമോനും കൂടെ നടന്നു വരുമായിരുന്നു. അങ്ങനെ പിന്നെ ചേച്ചി വന്ന് പിന്നെ ഞങ്ങളെയും കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴും നമ്മളിവിടെ ഒന്ന് ക്യൂ നിന്ന് കഴിഞ്ഞു. ഒരു പന്തി കഴിഞ്ഞു, രണ്ടാമത്തെ പന്തിയിൽ നമുക്ക് കയറാൻ പറ്റിയില്ല. നല്ല മിടുക്ക് കാണിക്കുന്നവരും ഉണ്ടല്ലോ എല്ലാ കൂട്ടത്തിലും. അവർ കുറേ പേര് ക്യൂ അങ്ങോട്ട് തുറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വന്ന് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പിന്നെ നമുക്ക് കയറാൻ പറ്റാതായിപ്പോയി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പന്തിയിലാണ് നമ്മൾ കയറിയിരുന്നത്. അപ്പോൾ എൻ്റെ പാത്രത്തിലല്ല, എൻ്റെ ഇലയിൽ മാത്രം ഇത്രയും അച്ചാർ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒരു കറികളും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇച്ചിരി മാങ്ങാച്ചാർ കൂടുതൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്തായാലും മാങ്ങാച്ചാർ തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് തേജസ്സിനെ കണ്ടു. അവൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മൾ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് വാന്ന്. അപ്പോൾ നമ്മൾ ഓർത്ത് കുറച്ചങ്ങോട്ട് നടക്കാം, അപ്പോഴത്തേക്ക് ചേച്ചി വരുമല്ലോ. അങ്ങനെ വന്ന് ചേച്ചി ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിലിരുന്ന് നമ്മൾ കുറേ നേരം അവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് 2 റീൽസൊക്കെ എടുത്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചു ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അച്ചുവിൻ്റെ ഒരു മന്തി വാങ്ങിക്കാൻ നമ്മൾ പള്ളിമുക്കി വന്നു കേട്ടോ. അവിടെ വന്ന് നമ്മൾ മന്തിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോവുകയാണ്. ഭയങ്കര ചൂടും വെയിലുമാണ്, നമുക്കത് അങ്ങ് ഭയങ്കര ദാഹമാണ്, പൊള്ളുവാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ അവിടെ ഒരു നറുതണ്ടി സർബത്ത് കട കണ്ടു കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് എനിക്ക് പറഞ്ഞാൽ വാങ്ങിച്ച് തരണം ഏട്ടനോട് പറഞ്ഞേ. അപ്പോൾ ഏട്ടൻ ചോദിച്ചു നീ ഇത് കുടിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സോഡ ഇല്ലാതെ തരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനൊരു സോഡ ഒഴിച്ചതും ഞാനൊരു സോഡ ഇല്ലാത്തതും വാങ്ങിച്ചേ. ഇവർ തന്നെ ഇവിടെ റെഡിയാക്കുന്നതാണ് കേട്ടോ ആ നറുതണ്ടി. അപ്പോൾ അതിന് ഒരു ബോട്ടിൽ 120 രൂപയാണെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് പിന്നെ വാങ്ങിക്കാൻ, കുടിച്ച് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതി. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.